ജാസ്മിൻ ഇന്നലെ ലാലേട്ടൻ്റെ വളരെ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ടൈം വന്നിട്ട് ഒരാളെ മാത്രം അങ്ങോട്ട് കോർണർ ചെയ്ത്, അതായത് സിബിനെ ഒരു സൈഡ് മാത്രം നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് തോന്നിയത്. അതായത് മുല്ലപ്പൂവിനെ സപ്പോർട്ട് ചെയ്യുകയും സിബിനെ എന്താ പറയുക, സീസൺ കഴിയുന്നവരെ സിബിന് എത്ര എന്താ പറയുക ഒരു 6 ആഴ്ചത്തേക്ക് നോമിനേഷനിൽ ഇടുകയോ അല്ലെങ്കിൽ ജയിൽ നോമിനേഷനിലോട്ട് ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു. അമ്മാതിരി പരിപാടിയാണ് കാണിച്ചു വെച്ചത്. പക്ഷേ ഇതേപോലെ തത്തുല്യമായ പ്രശ്നം ചെയ്ത ഒരാൾ ഇരുന്നവിടെ കുറുകി ചിരിക്കുന്നു. സിബിനെ മാത്രം കോർണർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇന്നലെ എല്ലാവർക്കും, സാധാരണ ഇതിൽ നടക്കുന്നത് സാറ്റർഡേസിൽ ടോപ്പ് ഇഷ്യൂസും സൺഡേ കളി ചിരി കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ കാര്യങ്ങളാണ് പോകാറുള്ളത്. അപ്പോൾ ഇതിൽ മാറ്റിപ്പിടിച്ചു, നല്ല കാര്യം, വിവാഹ കാര്യങ്ങൾ ഇത് മാറ്റിപ്പിടിച്ചു. അപ്പോൾ ലൈക്ക് അതിനകത്തുള്ള പല സംഭവങ്ങളും ഇപ്പോൾ ജാസ്മിനോട് ഡയറക്റ്റ് പറയുന്നുണ്ട്, മോളെ അതിനകത്ത് നിൻ്റെ വീടല്ല, അതേപോലെ ജയിലിൽ കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, ഇത് അങ്ങനെയൊന്നും അല്ല എടാ എന്നുള്ള വിളി നിർത്തൂ കുട്ടി എന്നൊക്കെ അതൊക്കെ പറയുമ്പം ലൈക്ക് പുറത്തുനിന്ന് പ്രേക്ഷകരുടെ ഒരു കയ്യടി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതേപോലെ റസ്മിൻ ബായി വന്നിട്ട് താൻ ആരാ ഇത് ചെയ്യാൻ, ഫുഡ് കൊടുക്കാൻ നോക്കുമ്പോഴും പുറത്തുനിന്നുള്ള കയ്യടി ഭയങ്കര ഇതായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീം പോലും അറിയാതെ റസ്മിൻ ബായി നോറയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുക, ഇതൊക്കെ ആരോട് ചോദിച്ചിട്ട് എന്താ സംഭവം എന്നുള്ള സംഭവം ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഈ മൈക്ക് ഊരി വയ്ക്കുന്ന സംഭവം വൃത്തിയുടെ കാര്യവും ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുകയും ചെരുപ്പിടാതെ നടക്കാറുണ്ട്. അപ്പോൾ അവിടെ ഈ ടീം വൈസ് നോറയും ഗബ്രിയും ജാസ്മിനും ചെരുപ്പിടാറില്ല എന്നുള്ള സത്യം ഇന്നലെയാണ് അറിയാമല്ലോ. പക്ഷേ ആക്ച്വലി നമ്മൾ ബാത്റൂമിലൊക്കെ ഒരുപാട് ആൾക്കാരുള്ളതല്ലേ, അപ്പോൾ ചെരുപ്പ് യൂസ് ചെയ്യണം. ഇത് സ്വന്തം വീടല്ല ലാലേട്ടൻ പറഞ്ഞ മാതിരി. ഓക്കെ, അപ്പോൾ മൈക്ക് ഇടാത്തതിന് ഡയറക്റ്റ് നോമിനേഷനിലോട്ട് ആളിട്ടിട്ടുണ്ട്. ഇനി അറിയാം പ്രേക്ഷകർ സപ്പോർട്ട്. അത് ഒരു കണക്കിന് ജാസ്മിൻ ഡയറക്റ്റ് നോമിനേഷനിലോട്ട് വന്നത് നന്നായി. സോ സേവ് ആവോ ഔട്ടാവോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും ഒരു പ്രേക്ഷക അവസ്ഥ എന്താണെന്നുള്ളത് അറിയാനായിട്ട് ഇവ ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പം മൈക്ക് ഇടാത്തതിന് ഡയറക്റ്റ് നോമിനേഷനൊക്കെ ഭേദം ഈ കുടുംബ പ്രേക്ഷകർ കാണുന്ന ക്വാളിറ്റി പ്രൂവ് ചെയ്യുന്ന എത്തിക്സ് കാണിക്കാൻ പറ്റുന്ന ഉള്ള ഒരു ചാനലിൽ, ഒരു ഷോയിൽ അഷാത്തി ജയിലിൽ കിടന്ന് ഈ പൂണ്ട് വിളയാടിയ സംഭവത്തിൻ്റെ ബേസിൽ ഡയറക്റ്റ് നോമിനേഷനിലോട്ട് പോവുകയാണ്. ആ വാക്കുകൾ ഉപയോഗിച്ച് തെറ്റാന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി കളർഫുൾ ആയേനെ, കുറച്ചും കൂടി വണ്ടർഫുൾ ആയേനെ. പക്ഷേ എന്നാലും ആകെ മൊത്തം ഒരു സമാധാനത്തിൻ്റെ പാതയിൽ ഇതെന്ത് ലാലേട്ടൻ ഇങ്ങനെ ഒരു സൈഡ് മാത്രം പറയണമെന്നുള്ളത് മാറി എല്ലാ സൈഡും സംസാരിക്കുകയും പവർ ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതായത് തലേ ദിവസം പവർ ടീമിനെ തേച്ചൊട്ടിച്ചിട്ട്, അതായത് സിബിനെ തേച്ചൊട്ടിച്ചിട്ട് നെക്സ്റ്റ് ഡേ വന്നിട്ട് സിബിനെ നന്നായിട്ട് ഹൈപ്പാക്കി വെച്ചു. അതേപോലെ ജാസ്മിന് ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് കളിയായിരുന്നു. ജാസ്മിനെ തേച്ചൊട്ടിച്ച് നോമിനേഷനിലേക്ക് ഇട്ടു. അപ്പോൾ ഒരു സമാധാനത്തിൻ്റെ പാതയുള്ള ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് ഇന്നലെ തോന്നിയത്.